നമസ്കാരം. വാർത്തകളുമായി ഞാൻ രാജലക്ഷ്മി. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 90% വരെ കിഴിവുകൾ. 12 മണിക്കൂർ വിൽപ്പന പ്രഖ്യാപിച്ചു. കാറുകളും കോടികളുടെ സമ്മാനങ്ങളുമാണ്. പ്രവാസികളെ ഞെട്ടിച്ച് കുവൈറ്റ്. വിസ, ഇൻഷുറൻസ്, താമസ നിയമം പ്രാബല്യത്തിൽ. സന്ദർശക വിസയിൽ എത്തുന്നവർക്കും ജോലിയിൽ കയറാം. പങ്കാളിയെ കണ്ടെത്തി 48 പേർ. ഹിറ്റായി പരിവാർ മഹാസംഗമം. മിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സീസൺ 3ന്റെ ഗ്രാൻഡ് ഫിനാലെ അബുദാബിയിൽ നടന്നു. ഈ വർഷത്തെ മിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് പട്ടം മിസ് ഷമനാസ് മേത്ത സ്വന്തമാക്കി. വനിതകളുടെ T20 രണ്ടാം മത്സരത്തിൽ അനായാസ ജയം. ശ്രീലങ്കയെ 7 വിക്കറ്റിന് വീഴ്ത്തി ഇന്ത്യൻ വനിതകൾ. ഇനി അടുത്ത 3 മത്സരങ്ങൾ തിരുവനന്തപുരത്ത്. മംഗളൂരു സർവകലാശാലയ്ക്ക് കീഴിലെ 22 സ്വകാര്യ കോളേജുകൾ അടച്ചുപൂട്ടുന്നു. തുർക്കിയിൽ വിമാനാപകടം. ലിബിയൻ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. ദുരൂഹത. സ്വാതന്ത്ര്യ സമര സേനാനികളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും ഉൾപ്പെടുത്തി കേരള ലോക് ഭവൻ ആദ്യമായി കലണ്ടർ പുറത്തിറക്കി. ഭരത് മുരളി നാടകോത്സവം ഡിസംബർ 30 മുതൽ അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് വിസ്മയമായ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ 26-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന 12 മണിക്കൂർ വമ്പൻ വിൽപ്പന. നഗരത്തിലുടനീളമുള്ള 1000-ലേറെ പ്രമുഖ ബ്രാൻഡുകളും 3500-ലേറെ ഔട്ട്ലെറ്റുകളും കൈകോർക്കുന്ന ഈ ഷോപ്പിംഗ് മാമാങ്കത്തിൽ അവിശ്വസനീയമായ വിലക്കുറവും കോടികളുടെ സമ്മാനങ്ങളുമാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. കുവൈറ്റിൽ പരിഷ്കരിച്ച താമസ നിയമങ്ങളും ചട്ടങ്ങളും പ്രാബല്യത്തിലായി. വിസ, ആരോഗ്യ ഇൻഷുറൻസ്, ദീർഘകാല താമസ സൗകര്യങ്ങൾ എന്നിവയിൽ വലിയ മാറ്റം പുതിയ നിയമത്തിലുണ്ട്. വിസ, ഇഖാമ ഫീസ് ഇരട്ടിയിലേറെയാക്കി വർദ്ധിപ്പിച്ചു. തൊഴിൽ വിസ പുതുക്കുന്നതിലുള്ള വാർഷിക ഫീസ് 10-ൽ നിന്ന് 20 ദിനാറാക്കി. സന്ദർശക, ഫാമിലി ടൂറിസ്റ്റ്, ബിസിനസ് വിസകൾക്ക് മാസത്തിൽ 10 ദിനാർ വീതം ഫീസ് നൽകണം. ആശ്രിത വിസയിൽ ഭാര്യയെയും മക്കളെയും സ്പോൺസർ ചെയ്യാൻ വർഷം 20 ദിനാർ നൽകണം. മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരെ സ്പോൺസർ ചെയ്യുന്നതിന് വർഷം 300 ദിനാറാണ് പുതുക്കിയ ഫീസ്. സ്വന്തം സ്പോൺസർഷിപ്പ് വിസ ഫീസ് വർഷത്തിൽ 500 ദിനാറാക്കി. അരീക്കോട് 50ഓളം പേർക്ക് പൊതുജീവിതത്തിലേക്ക് വഴി തുറന്ന് പരിവാറിന്റെ മഹാസംഗമം. ഭിന്നശേഷിക്കാർക്ക് ഇണകളെ കണ്ടെത്താനുള്ള അവസരമായാണ് സംഗമം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ 48 പേർ ഇണകളെ കണ്ടെത്തിയതായും 20ഓളം പേർ തുടർ അന്വേഷണത്തിലാണെന്നും വിവാഹം ഉൾപ്പെടെ തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സീസൺ 3യുടെ ഗ്രാൻഡ് ഫിനാലെ അബുദാബിയിൽ നടന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളുടെ പങ്കാളിത്തം കൊണ്ട് നിറഞ്ഞു നിന്ന വേദിയിൽ മത്സരാർത്ഥികൾ ആത്മവിശ്വാസവും കഴിവും ഒരുപോലെ അവതരിപ്പിച്ചു. ഈ വർഷത്തെ മിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് പട്ടം മിസ് ഷമനാസ് മേത്ത സ്വന്തമാക്കി. ഫസ്റ്റ് റണ്ണറപ്പായി ഡോക്ടർ ജൂനി ജേക്കബ് തിരഞ്ഞെടുക്കപ്പെട്ടു. സെക്കൻഡ് റണ്ണറപ്പായി മിസ് ഏമിക്കും അംഗീകാരം ലഭിച്ചു. മത്സരത്തിന്റെ വിലയിരുത്തലിന് നേതൃത്വം നൽകിയത് പ്രശസ്തരായ ജഡ്ജിമാരായ സസീന ഖാൻ, ധാനിയ ഹുസൈൻ, വീണ ഉത്തംചന്ദാനി, അമിത് റാത്തോർ, വനിത പാണ്ഡെ, ലക്കി ശർമ്മ എന്നിവരാണ്. സൗന്ദര്യവും ബുദ്ധിയും സാമൂഹ്യ ബോധവും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ വേദി മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ വനിതകളുടെ ആത്മവിശ്വാസത്തിന്റെയും ശക്തിയുടെയും ആഘോഷമായി മാറി. 14ാമത് KSC ഭരത് മുരളി നാടകോത്സവം ഡിസംബർ 30 മുതൽ ജനുവരി 25 വരെ. 11 നാടകങ്ങളാണ് ഈ കാലയളവിൽ മത്സരത്തിലുണ്ടാവുക. നാടകപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവകാലം തന്നെയായിരിക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.